നമ്മുടെ പരിശുദ്ധ അമ്മ ബർത്ത്ഡേ ആണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ബർത്ത്ഡേ കുറിച്ചാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ബർത്ത്ഡേ ഇതുവരെയും പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ അന്ന് പള്ളിയിൽ പോകാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വർഷം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് കിരീടം വയ്ക്കലൊക്കെ ഉണ്ട്. അപ്പോൾ സാധിക്കുമെങ്കിൽ പോകണം. മഴയൊന്നും ഇല്ലാതിരിക്കണം. മഴ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയിൽ കയറാനൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ഒരുപാട് ആഘോഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ പരിശുദ്ധാമ്മയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതേത് പ്രാർത്ഥനയാണെന്ന് വെച്ചാൽ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടാണ് നമ്മൾ കൂടുതലും അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുക. നന്മ നിറഞ്ഞ മറിയമേ, അതുമാതിരി ജപമാല, ഇത്ര ജപമാല ഞാൻ സമർപ്പിച്ചു, ഇത്ര നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി, ഇതൊക്കെ നമ്മുടെ ബർത്ത്ഡേക്ക് കാഴ്ച വയ്ക്കുന്നതാണ് നമ്മൾ. അപ്പോൾ അതുമാതിരി നമ്മൾ ഓരോ നിയോഗം വയ്ക്കും. ഓരോ നിയോഗത്തിലും പറയും ഇന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ച്, ഇത്ര നന്മ നിറഞ്ഞ മറിയമേ ഞാൻ ചെല്ലാം, ഇന്ന കാര്യങ്ങൾ സാധിച്ച് കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് പറയും. ഞാൻ അതിനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ചെറിയൊരു നിയോഗം ഞാനും വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചെല്ലണം, കിരീടം വയ്ക്കണം എന്നൊക്കെ ഒത്തിരി ഒരു നിയോഗം വെച്ചിട്ടുണ്ട്. പരിശുദ്ധമ്മ അത് സാധിച്ചു തരികയാണെങ്കിൽ സാധിച്ചു തരട്ടെ. അപ്പോൾ നമ്മൾ അമ്മയോട് ജപമാല ചൊല്ലി നമ്മൾ സമർപ്പിക്കുന്നതിന് പോലെ തന്നെ അമ്മ നമ്മളെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചത്, നമ്മുടെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കുറവുകൾ മനസ്സിലാക്കി നമുക്ക് ഓരോ നന്മകൾ ചെയ്യാൻ പഠിപ്പിച്ചത്, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ വീഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയോട് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എന്നതുപോലെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ഒരുപാട് ഭക്തിയും ഒരുപാട് പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പൊതുവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നിയോഗങ്ങൾ ഇങ്ങനെ നമുക്ക് എൻ്റെ മോൻ ലണ്ടനിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ മോൻ അമേരിക്കയിൽ പോകണം, ഇതൊക്കെയാണല്ലോ മെയിനായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളാണ്. ഈ നമ്മുടെ മോൻ നല്ലൊരു മകനായി, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മകളായി ജീവിക്കണം എന്നല്ല കൂടുതൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത്. ഉദരത്തിൽ ഒരുപാട് കുഞ്ഞ് പിറക്കാൻ പോകുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കും എൻ്റെ മോൻ വലിയൊരാളാക്കണം, അമ്മമാർ വലിയൊരു മകളാക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ അമ്മമാർ ആഗ്രഹിക്കുക. പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്തെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് എൻ്റെ 10-12 മക്കളുണ്ടാവും, ചിലപ്പോൾ 11 മക്കൾ, 12 മക്കൾ, 6 മക്കളുള്ള അമ്മമാർ ഒരുപാടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 6 മക്കളാണ്. അപ്പം അങ്ങനെ ഒരുപാടുള്ള കാരണം ഒരുപാടെന്ന് ചിന്ത ഇങ്ങനെയൊക്കെ മക്കളെ വളർത്തിയുണ്ടാക്കണം, അവർക്ക് പ്രശ്നം കൂടാതെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അമ്മമാർ. അവർക്ക് എന്തെങ്കിലും തൊഴിൽ, അത് ഇന്ന തൊഴിലൊന്നുമില്ല, കിട്ടുന്ന തൊഴിലിന് പറഞ്ഞയക്കണം എന്നൊക്കെയാണ് അന്നത്തെ പണ്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ സ്കൂളുകളടക്കം ബുക്ക് ചെയ്യണമെന്നാണ് പറയണത്. ഏത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എൻ്റെ കുട്ടീനെ ചേർത്തേണ്ടത്, അത്രയും ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇത്ര ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ലതിനാണ്. നമുക്ക് പൈസ വേണം, എല്ലാവരും പൈസ വേണം, പൈസ ഇല്ലാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് പേരെ നമ്മൾ നന്മ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം എന്ന് വിചാരിക്കുന്ന അനേകം മക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് പോയി പരിശുദ്ധ അമ്മ വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല കുറവുകൾ അവിടെ കാണും ഇല്ലേ. ചിലപ്പോൾ നിസ്സാര ഒരു കാര്യം, ചിലപ്പോൾ വേറെ ഒന്നും വേണ്ട, നമുക്ക് കൈയൊന്ന് തുടയ്ക്കാൻ ചിലപ്പോൾ ഒരു തുണി ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ അത് മറന്നു പോയതായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര ഒരു കാര്യങ്ങളായിരിക്കും. അതാവുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ചില വ്യക്തികൾ എന്താണെന്ന് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ട് ശരിയാ, അവിടെ അത് കുറവുണ്ട് കേട്ടോ, അത് നമ്മൾ അവിടെ ഒന്നും പറയാനോ ഒന്നും ചെയ്യാതെ നമ്മൾ മറ്റേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ട അവിടെ അതുണ്ടായില്ല, അല്ലെങ്കിൽ അതുണ്ടായി തിന്നായിന്ന് നമ്മളിങ്ങനെ പരസ്യമാക്കിയിട്ട് പറയാൻ നടക്കും. അങ്ങനെ ചെയ്യും നമ്മൾ. പക്ഷേ അതിനേക്കാളും നല്ലത് അവിടെ ഇങ്ങനെ ഒരു പോരായിണ്ട് കേട്ടോ, അതൊന്ന് ചെയ്യട്ട എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കണ്ടവർ കണ്ടു, കേട്ടവർ കേട്ടു, പിന്നെയുള്ളവരാരും അത് ബുദ്ധിമുട്ട് വരില്ല, അവർക്ക് നല്ല രീതിയിലായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സ്ഥലം, ഏത് സ്ഥലത്ത് ഞാൻ പോയാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവിടെ കുറവ്, എൻ്റെ ഇപ്പം ഈ കഴിഞ്ഞ ഈ ആഗസ്റ്റ് 24-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനടക്കം ഞാൻ പോയി. ഫസ്റ്റ് ഞാൻ തന്നെയാണ് ആ പ്രോഗ്രാമിന് എത്തിയത്.
അപ്പോൾ എനിക്ക് അവിടെ ഒരു കുറവ് ഞാൻ കണ്ടപ്പോൾ അത് വലിയൊരു കുറവായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഞാൻ അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു കുറവ് ഇവിടെ ഉണ്ട്, ഇത് അച്ഛൻ സാധിച്ചു തരണം എന്ന് പറഞ്ഞു. പറഞ്ഞ ദിവസം തന്നെ അച്ഛന്മാർ അത് വന്ന് ആ പറഞ്ഞ കുറവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ അത് അവിടെ ഭംഗിയാക്കി എല്ലാ വിചാരിച്ചക്കളൊക്കെ ഭംഗിയാക്കി അവിടെ ഒരുക്കി തന്നു. അപ്പോൾ അത് നമ്മൾ പറയാതിരുന്ന് അതൊരു സാധനമാണ് നമ്മൾ പറയണ്ട. പിന്നെ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ ചെയ്തേ എന്ന് നമ്മൾ പറഞ്ഞാൽ അതെന്തായി, അത് പിന്നെ നമുക്കവിടെ ഭംഗിയാക്കാൻ സാധിക്കില്ല. പക്ഷെ പലരോടും അത് പറയും. പക്ഷെ ഞാനിപ്പോഴും ഇതൊരു സാക്ഷ്യം പോലും കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഓരോ നിസ്സാര കുറവുകളായിരിക്കും. അത് ഓരോ വ്യക്തികളും പരിശുദ്ധാമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ ഈ കുറവുകളെ നമ്മൾ നിറവുകളാക്കി മാറ്റണം. അല്ലാതെ അത് ഒരു കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ അവർ പോരായ്മ പറയാനോ അല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് കുറ്റമായി അവർക്ക് തോന്നരുത്, നല്ലതിന് മാത്രം വേണ്ടിയിട്ടാണ് പറയണത്. നമ്മളൊരു കറി ഇടുമ്പോൾ അതിൽ ഉപ്പ് കറക്റ്റായെങ്കിൽ മാത്രമേ അത് ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കുറവായാലും രസം ഉണ്ടാവില്ല, കൂടുതലായാലും രസമുണ്ടാവും എന്നതുപോലെ നമ്മളെല്ലാ പരിപാടിയും എവിടെ ചെന്നാലും ചിലപ്പോൾ നമ്മൾ അതിന് വലിയ സെക്രട്ടറി പ്രസിഡൻ്റൊന്നും ആയിരിക്കില്ല, വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെല്ലുന്ന സ്ഥലം നമ്മളാണ് മനോഹരമാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ പ്രമാണിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പരമാവധി ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. ഇതുപോലെ നല്ലൊരു മനസ്സ് എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശ്വമിശിയേക്ക് എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ കേട്ടോ. അമ്മ എല്ലാവരെയും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. ശരി കേട്ടോ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം കേട്ടോ.